ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സാക്ഷരത, വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മാനവ വികസന സൂചികയിൽ രാജ്യത്തിന്റെ മുൻനിരയിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. റോസ്ഗർ മേളയുടെ 17ാം പതിപ്പ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000 നിയമന പത്രങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറും. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന ആഗോള സന്ദേശം നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഗഗൻയാൻ ആളില്ലാ പരീക്ഷണ പറക്കൽ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പ് അവസാനഘട്ടത്തിൽ. വിക്ഷേപണം ഡിസംബർ ആദ്യവാരം നടത്തുമെന്ന് ISRO ചെയർമാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. 2ാം ഏകദിനത്തിൽ ഇന്ത്യയെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സാക്ഷരത, വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നിവയുടെ ശക്തിയാണ് മാനവ വികസന സൂചികയിൽ കേരളത്തെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 21ാം നൂറ്റാണ്ടിനെ വിജ്ഞാനത്തിന്റെ നൂറ്റാണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അറിവ് ആർജിക്കുന്നതിലൂടെ നവീകരണം സാധ്യമാകുമെന്നും അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും സ്വാശ്രയമാക്കുകയും ചെയ്യുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. സെന്റ് തോമസ് കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. സമ്മേളനത്തിൽ മലയാളത്തിലാണ് ശ്രീമതി മുർമു പ്രസംഗം ആരംഭിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. Educational institutions like this college are workshops where destinies are shaped. The 21st century is described as knowledge century. Knowledge that drives innovation, takes a society forward and makes it self-reliant. The power of literacy, education and knowledge has enabled Kerala to be among the leading states on several human development parameters. 2 വർഷം നീളുന്ന ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ശിവഗിരിയിൽ നിർവഹിച്ചു. ജാതി, മത, വർഗ ഭേദങ്ങൾക്ക് ഉപരിയായ ദർശനങ്ങളാണ് ശ്രീനാരായണ ഗുരു പകർന്നു തന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മഹാനായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ശിവഗിരിയിലെ ഗുരുസമാധിയിൽ രാഷ്ട്രപതി പ്രണാമമർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, VN വാസവൻ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനാച്ഛാദനം ചെയ്തു. KR നാരായണൻ മുന്നോട്ടുവച്ച ജനാധിപത്യ ചിന്തയും മാനുഷിക മൂല്യങ്ങളും എക്കാലവും മാതൃകയാക്കണമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. രാഷ്ട്രപതി നാളെ രാവിലെ കോട്ടയത്ത് നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതി വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. ഈ മാസം 26-ന് മലേഷ്യയിൽ നടക്കുന്ന 22ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി പങ്കെടുക്കും. മലേഷ്യ ആസിയാൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ അഭിനന്ദിച്ചതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആസിയാൻ ഇന്ത്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം എപ്പോഴും സജ്ജമാണെന്ന ആഗോള സന്ദേശം നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത, ശേഷി, ശക്തി എന്നിവ ലോകം മനസ്സിലാക്കിയതായും ന്യൂഡൽഹിയിൽ നാവിക കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ശ്രീ സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ സ്വാശ്രയത്വം, നവീകരണം, വ്യാവസായിക വികസനം എന്നിവയിൽ നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ സാന്നിധ്യം സൌഹൃദ രാജ്യങ്ങൾക്ക് ആശ്വാസം നൽകുന്നതും മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
ഗഗൻയാൻ G1 ആളില്ലാ പരീക്ഷണ പറക്കൽ ദൌത്യം ഡിസംബർ ആദ്യവാരം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. ദൌത്യത്തിന്റെ 90% ജോലികളും പൂർത്തിയായതായി അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എസ്കേപ്പ് സിസ്റ്റം, പാരച്യൂട്ട് മൊഡ്യൂൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ ടെസ്റ്റിംഗ് വിജയകരമായിരുന്നുവെന്നും ISRO ചെയർമാൻ പറഞ്ഞു. വ്യോമമിത്ര ഹ്യൂമനോയിഡുമായാണ് G1 ദൌത്യത്തിന്റെ പരീക്ഷണ പറക്കലെന്നും ശ്രീ V. നാരായണൻ അറിയിച്ചു. 3 ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഗഗൻയാൻ ദൌത്യം 2027 പൂർത്തിയാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും രണ്ടാംഘട്ടം 11-നും നടക്കും. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുൻനിര നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ഔറംഗാബാദ് ജില്ലയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മഹാസഖ്യം. പറ്റ്നയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് പ്രഖ്യാപനം നടത്തിയത്. മഹാസഖ്യത്തിലെ 7 ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചതിന് സഖ്യ നേതാക്കളോട് ശ്രീ തേജസ്വി പ്രസാദ് യാദവ് നന്ദി പറഞ്ഞു. റോസ്ഗർ മേളയുടെ 17ാം പതിപ്പ് നാളെ. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 40 ഇടങ്ങളിലായാണ് മേള നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായാണ് രാജ്യത്തുടനീളം റോസ്ഗർ മേളകൾ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി V. സോമണ്ണയും പങ്കെടുക്കും. തമിഴ്നാട്ടിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ ചെന്നൈയിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ കൈമാറും. കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മധുരയിലും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി തിരുച്ചിറപ്പള്ളിയിലും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഇന്ന് നടന്ന രണ്ടാം ഏകദിനത്തിൽ 2 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം 22 പന്ത് ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 2-0 ഓസ്ട്രേലിയ സ്വന്തമാക്കി. പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ICC ലോകകപ്പ് വനിതാ ഏകദിനത്തിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം മഴ മൂലം നിർത്തിവച്ചു. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 48 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം തമിഴ്നാട്ടിലും ശക്തമായ മഴ തുടരുകയാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ദുർബലമായി ഇന്ന് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പ് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 130 പോയിന്റ് ഉയർന്ന് 84,556-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് നേട്ടത്തിൽ 25,891-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയും ഗ്രാമിന് 11,465 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. സാക്ഷരത, വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മാനവ വികസന സൂചികയിൽ രാജ്യത്തിന്റെ മുൻനിരയിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. റോസ്ഗർ മേളയുടെ 17ാം പതിപ്പ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000 നിയമന പത്രങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറും. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന ആഗോള സന്ദേശം നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
ഗഗൻയാൻ ആളില്ലാ പരീക്ഷണ പറക്കൽ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പ് അവസാന ഘട്ടത്തിൽ. വിക്ഷേപണം ഡിസംബർ ആദ്യവാരം നടത്തുമെന്ന് ISRO ചെയർമാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.